ഹലോ, അസ്സലാമു അലൈക്കും. ഞമ്മക്കിന്നൊരു മോമോസ് റെഡിയാക്കി എടുത്താലോ? മോമോസ് എന്ന് പറഞ്ഞ് വെറും മോമോസ് അല്ല ട്ടോ. ചിക്കൻ ഡൈനാമിക് മോമോസ് ഇല്ലേ? അതാട്ടോ റെഡിയാക്കി എടുക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ഉണ്ടാക്കുന്നതും കഴിക്കാൻ പോകുന്നത് ട്ടോ. പക്ഷേ ഇല്ലേ, ഇതിന് മുമ്പേ ഇതിന്റെ പ്രൈസ് ചോദിച്ചപ്പില്ലേ, 140 ഉറുപ്പ്യക്ക് വെറും 4 ട്ടോ ഞമ്മക്ക് കിട്ടുള്ളൂ. പക്ഷേങ്കിലില്ലേ, ഓലെ പറഞ്ഞിട്ടും കാര്യമില്ല. നല്ല മെനക്കേടുണ്ട് ട്ടോ ഇത് റെഡിയാക്കി എടുത്താല്. ഉണ്ടാക്കിയെടുത്താൽ നമ്മള് റിഗ്രറ്റ് അടിക്കുകയില്ല. ഭയങ്കര ടേസ്റ്റുമാണ്. അഡിക്റ്റ് ആയി പോവുകയും ചെയ്യും. പല ടൈപ്പിലുണ്ടല്ലോ ഇപ്പൊ മോമോസ്, ഷെസ്വാൻ മോമോസ്, വെജ്, ചിക്കൻ എന്നും പറഞ്ഞിട്ട് ഒരുപാട് ടൈപ്പ് മോമോസ് ഉണ്ട് കേട്ടോ. ഇപ്പൊ ഒരുപാട് ക്രീമി സോസ് ഒക്കെ വന്നിട്ടുള്ള നല്ല ടേസ്റ്റി വൈറ്റ് സോസ് ഉള്ള മോമോസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാനിപ്പോ ഡൈനാമിക് മോമോസ് ആയിട്ട് റെഡിയാക്കി എടുക്കുന്നത്. ഇതും ഒരു അടിപൊളി സാധനം തന്നെ കേട്ടോ. അപ്പൊ എങ്ങനെയാ ഉണ്ടാക്കി നോക്കാം. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോകരുത് കേട്ടോ. അപ്പൊ ഇതാ 250 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ നല്ല പോലെ ക്രഷ് അരച്ചെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട്. ഇനിയിപ്പോൾ ഇതാ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഉള്ളി, ക്യാപ്സിക്കം, 3 പച്ചമുളക്, 3 വെളുത്തുള്ളി എല്ലാം ഒരു ചോപ്പറിലിട്ട് നല്ലോണം ചോപ്പ് ചെയ്തെടുക്കുക. അല്ലെ കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല കുഞ്ഞായിട്ട് കട്ട് ചെയ്യുക. ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. എന്നിട്ട് പൊടികളായിട്ട് ഉപ്പും കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും ഗരം മസാലപ്പൊടി ഇട്ട് നല്ല പോലെ കുഴച്ചിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് മാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ ഡോ റെഡിയാക്കി എടുക്കാം. 2 കപ്പ് മൈദ, ഒരു ഉപ്പ്, 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇല്ലേ, അതും കൂടി എടുക്കാം. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതാ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇളം ചൂടുള്ള വെള്ളം വേണം ഈ മോമോസിന്റെ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാകും. അപ്പൊ ഇതാ ഞാൻ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് ഇത് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതാ ഞാൻ ഇത് നല്ലോണം നല്ല സോഫ്റ്റ് ആക്കി ഇത് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പൊ ഇത് നമുക്ക് എന്താ പറയാ, ഇതിന്റെ ഫില്ലിങ് റെഡിയാക്കണ്ടേ. ഇതിന്റെ ഒരു സോസ് റെഡിയാക്കാനുണ്ട്. ഡൈനാമിക് സോസ് ഇല്ലേ, അത് റെഡിയാക്കുന്നപ്പോഴത്തേക്ക് ഇതൊന്ന് അവിടെ റെസ്റ്റ് ആയിക്കോട്ടെ എന്നതിന് ശേഷം കേട്ടോ ഞാൻ ഇത് എടുത്തത്. ഒരു 10-15 മിനിറ്റ്. അപ്പൊ ഇതാ 15 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് പരത്തി എടുക്കുന്നുണ്ട്. ഇതേപോലെ കുറച്ച് പൊടി ഇട്ടിട്ട് ഇതുമ്മന്ന് ചെറിയൊരു ബോൾസ് എടുത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല വലുതാക്കിയിട്ട് നല്ല തിന്നായിട്ട് പരത്തിയെടുക്കുക. നമ്മളെ ചപ്പാത്തിക്കെല്ലാം പരത്തൂല്ലേ, നല്ല വലിപ്പത്തിൽ പരത്തിയാൽ ഒന്നുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് എണ്ണം റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒന്നുമ്പോൾ ഒരു 6-7 എണ്ണം വരുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കഴിയും. ഇത് റോൾ ചെയ്തെടുക്കാൻ ഇത് പല മെത്തേഡ് ഉണ്ട് കേട്ടോ. മോമോസ് ഷേപ്പ് ചെയ്തെടുക്കുന്നത് ഞാനിപ്പോൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ആട്ടോ കാണിച്ചെടുക്കും. ഇത് കുട്ടികൾക്ക് വരെ ഈ മെത്തേഡിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പല ടൈപ്പിൽ മോമോസ് ഫോൾഡ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇത് സിമ്പിൾ ആണ് കേട്ടോ. അപ്പൊ ഇതാ നല്ലോണം തിന്നായിട്ട് പരത്തിയിട്ടുണ്ട്. ഒരു ഗ്ലാസ് വെച്ചിട്ട് ഇതേപോലെ കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു വലിപ്പത്തിൽ ഒന്നുമല്ല എനിക്ക് ഒരു 6-7 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഇതാ ഇതുമ്മന്ന് ഇതേപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. അത് കൈവച്ചില്ലാത്തതിനാ ഒന്നും കൂടി എന്താ പറയാ, ഒന്നും കൂടി വലുതായിട്ട് കിട്ടൂ കേട്ടോ. ഇനിയിപ്പോ ഇതാ ഒരു സ്പൂണിന്റെ ചെറിയ സ്പൂണിന്റെ പകുതി മതി കേട്ടോ ഫില്ലിങ്. ഞാൻ ഫസ്റ്റ് എടുത്തപ്പം കുറച്ച് കൂടിപ്പോയി. പിന്നെ ഞാൻ അത് കുറച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഫില്ലിങ് മതി കേട്ടോ. ഈ ഒരു 250 അല്ലേ, 250 ഗ്രാം ചിക്കൻ ഇല്ലേ, അത് വെച്ചിട്ട് എനിക്ക് ഒരു ഏകദേശം 10-20 എണ്ണത്തോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഫില്ലിങ് വെച്ച് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ പ്രസ് ആക്കി കൊടുക്കുക കേട്ടോ. ഇത് നല്ല ഷേപ്പ് തന്നെ കേട്ടോ. എന്താ പറയാ, ഉണ്ടായി വന്നാല് ആയാല് നല്ല രസം ഉണ്ടാവും കേട്ടോ കാണാന്. അപ്പൊ ഇതാ ഞാൻ ഇവിടെ പകുതിയോളം ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പിന്നെ എന്റെ ഷേപ്പിലൊന്ന് മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റ് ഒക്കെ സെയിം അല്ലേ. അപ്പൊ പിന്നെ ഇത് ഇനിയിപ്പോ സ്റ്റീം ചെയ്യാൻ വേണം കേട്ടോ. അപ്പൊ ഞാൻ ഒന്ന് സ്റ്റീം ചെയ്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 10-15 മിനിറ്റ് മതി കേട്ടോ. പെട്ടെന്ന് സ്റ്റീം ആയി കിട്ടും. എന്നിട്ട് ചൂടായ ഓയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയിപ്പോ നമുക്ക് ഡൈനാമിക് സോസ് ഇല്ലേ, അത് റെഡിയാക്കി എടുക്കാം. ഫ്രൈ ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു 1/2 കപ്പ് ടൊമാറ്റോ കെച്ചപ്പ് ഇല്ല, അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോ ഞാൻ ഒരു ഹെൽത്തി ആയിട്ടുള്ള മയോണീസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മുട്ട പുഴുങ്ങിയിട്ടുള്ള അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു 1/4 കപ്പോളം അത് ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ മയോണീസും കുറച്ച് കെച്ചപ്പും അങ്ങനെ മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റിൽ നമുക്കിത് കിട്ടും. ഇനിയിപ്പോ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പില്ലേ, ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ തന്നെ കാശ്മീരി മുളക് പൊടിയില്ലേ, അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഇല്ലേ, ഒരു ടീസ്പൂണോളം വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര ഇല്ലേ, അതും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഡൈനാമൈറ്റ് സോസ് എല്ലാവർക്കും ഉണ്ടാക്കുന്ന അറിയുണ്ടാവും. ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതാട്ടുള്ളൂ. ഈ സോസിന് നല്ല ടേസ്റ്റ് ആട്ടോ. ഇത് അടിപൊളിയുണ്ട്. ഇനിയിപ്പോ ഇത് നല്ലോണം ഞാൻ മിക്സ് ആക്കി കൊടുക്കുന്നത്. അപ്പൊ ഇത് നല്ല ക്രീമി ആയിട്ടുള്ള നമ്മളെ ഡൈനാമിക് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഡൈനാമിക് ചിക്കൻ ഒക്കെ കിട്ടും നമ്മൾ റെസ്റ്റോറന്റ് ഒക്കെ പോയ സ്റ്റാർട്ടർ ആയിട്ട് കഴിക്കുന്ന
അതേപോലത്തെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത്. ഇനിയിപ്പോൾ ഇതാ ഫ്രൈ ചെയ്ത എല്ലാ മോമോസും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച സോസ് ഇല്ലേ, അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സോസ് വേണമെങ്കിൽ ഇനി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പൊ നോക്കിയിട്ട് ഒരുപാട് സോസ് തന്നെ ആദ്യം ഒഴിച്ചു കൊടുക്കരുത്. ഇപ്പൊ കുറച്ച് ഒഴിച്ചാൽ തന്നെ ഒന്ന് ഡ്രൈ ആയി വരുമല്ലോ. പിന്നെയാണ് അതൊന്ന് എന്താ പറയാ എല്ലാ ഭാഗത്തും വേണമെങ്കിൽ നമുക്ക് വീണ്ടും ആക്കി കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതാ മൊത്തം ഞാൻ സോസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിന്റെ മേലെ കുറച്ച് വൈറ്റ് എള്ളില്ലേ, അതുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില ഇല്ലേ, അത് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ സ്പ്രിംഗ് ഒനിയൻ ഇല്ലേ, അതുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ്. ഒരു വട്ടമെങ്കിലും